നമ്മുടെ നാട്ടിൽ ഒരു പെട്ടിക്കട നടത്തിയാൽ പോലും ഇടയ്ക്ക് പോലീസിൻ്റെയും മറ്റ് അധികാരികളുടെയും പരിശോധന ഇടയ്ക്കിടെ ഉണ്ടാകും. എന്നാൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്പാ സെൻ്ററുകളിൽ ഒരു റെയ്ഡുമില്ല. ഇത്തരം സ്ഥാപനങ്ങൾക്ക് പോലീസ് വേണമെങ്കിൽ തണലൊരുക്കും. അവർക്ക് എന്ത് വഴിവിട്ട സഹായവും നൽകും. കൊച്ചിയിലെ സ്പാ സെൻ്ററിലെത്തിയ CPOയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയ കേസ് പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. പാലാരിവട്ടം സ്റ്റേഷനിലെ SI KK ബൈജുവിന് തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് വ്യക്തമായതോടെ അറസ്റ്റിനൊരുങ്ങുകയാണ് പോലീസ്. സംഭവത്തിൽ വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബൈജുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. SIയും സ്പാ സെൻ്ററിലെ ജീവനക്കാരി രമ്യയും ഒളിവിലെന്നാണ് സൂചന. CPO നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് SI ബൈജുവിന് തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയത്. തുടർന്ന് SIയെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. വകുപ്പുതല അന്വേഷണത്തിനും നിർദ്ദേശം നൽകി. എറണാകുളം ACP നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണർ SIയെ സസ്പെൻഡ് ചെയ്തത്. ബൈജുവിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഇയാൾ ഒളിവിലാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കേസിലെ മൂന്നാം പ്രതിയും സ്പാ ജീവനക്കാരിയുമായ രമ്യയും ഒളിവിലാണ്. ഇവർക്കായും അന്വേഷണം ഊർജിതമാണ്. ഇവരുടെ കൂട്ടാളി ഷിഹാമിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളാണ് CPO വിളിച്ച് പണം ആവശ്യപ്പെട്ടതും ഭീഷണിപ്പെടുത്തിയതുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. CPO സ്പായിൽ പോയ കാര്യം ഭാര്യയെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 6.5 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. തന്റെ കയ്യിൽ അത്രയും പണമില്ലെന്ന് പറഞ്ഞ CPO 4 ലക്ഷം രൂപ പല തവണകളായി നൽകി. ഇതിൽ 2 ലക്ഷം രൂപ ബൈജുവിന് ലഭിച്ചതായാണ് കണ്ടെത്തൽ. SIയും യുവതിയും ചേർന്ന് മുൻപും തട്ടിപ്പ് നടത്തിയിരുന്നതായി അന്വേഷണ സംഘം പറയുന്നുണ്ട്. കൂടുതൽ പരാതിക്കാരുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി.